ഷാജിയേട്ടാ നമസ്കാരം. 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 ഇന്നിപ്പോ ടി.പിയുടെ രക്തസാക്ഷിത്വ ദിനമാണ്. ടി.പി കൊല്ലപ്പെട്ടതിന് ശേഷം അത് CPM-ന് ഒരു തീരാബാധയായി എങ്ങനെയാണ് ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. മാത്രമല്ല മറ്റൊരു വലിയ കാര്യം എന്ന് പറയുന്നത് 4ാം വാർഷികമായതുകൊണ്ട് ഒരു ഡോക്യുമെന്ററി, പിണറായി ദ ലെജൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെന്ററിയും ഇറക്കാൻ വേണ്ടിയിട്ട് ഈ പോഷക സംഘടന സെക്രട്ടേറിയറ്റ് എംപ്ലോയ്മെന്റ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഇതിന് രണ്ടിനെയും നോക്കിക്കാണുന്നത് അങ്ങ്? അല്ല, ഒന്ന് ടി.പിയുടെ ഇത് വരുന്ന സമയത്ത് CPM അതിന്റെ എല്ലാ വിധത്തിലേക്കും ഉണ്ടാകുന്ന രാഷ്ട്രീയ പാപ്പരത്വത്തിലേക്കും കടന്ന് അത് പടുകുഴിയിൽ വീഴുകയാണ്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു സാധനം. അത് സംഘടനാപരമായി രാഷ്ട്രീയമായി പൂർണ്ണമായും തകരുകയും ആ പാർട്ടിക്ക് അകത്തുണ്ടായിരുന്ന സാമാന്യം കൊള്ളാവുന്ന മിക്കവാറും പാർട്ടി കേഡേഴ്സ് മുഴുവൻ തന്നെ ആ പാർട്ടിയെ ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പൊ അതിനകത്ത് കിടക്കുന്ന എവിടെയാന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്തിനും വന്നു വീഴുന്ന കുറെ എന്താ പറയാ വെള്ളത്തിന് പൊങ്ങിക്കിടന്ന് പിന്നീട് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അവിടെ വീണ് പോയിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ഉപേക്ഷിക്കപ്പെടുന്ന സാധനം. അങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു ഡംപിംഗ് യാർഡ് മാത്രമായിട്ട് വാസ്തവത്തിൽ CPM-ന്റെ അകത്ത് പ്രവർത്തിക്കുന്നവർ മാറി എന്നതാണ് വാസ്തവത്തിൽ അതിന്റെ ഏറ്റവും ഭീകരമായിരിക്കുന്ന ഒരു ചിത്രം. ഇത് ഉണ്ടായിത്തീരാനുണ്ടായിരിക്കുന്ന ഒരു കാരണം എന്താന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് ഏറ്റവും കൂടുതൽ കറക്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ഫോഴ്സിനെയാണ് വാസ്തവത്തിൽ ടി.പിയുടെ അറുകൊലയോടെ ഇവർ നിർമ്മാർജ്ജനം ചെയ്ത് ഉന്മൂലനം ചെയ്ത് കളഞ്ഞത്. അപ്പൊ അതോടുകൂടി എന്തായെന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് ഒരാൾക്ക് പോലും ശബ്ദിക്കാൻ അവകാശമില്ലാത്ത വിധത്തിൽ ഒരു ഭയാനക രൂപമായി ഇതിന്റെ സംഘടനാശേഷി എന്നല്ല പാർട്ടിക്കകത്തുള്ള ഒരു ക്രിമിനലിന്റെ അല്ലെങ്കിൽ ആ ക്രിമിനലിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഓർബിറ്റിനകത്തെ മറ്റ് ക്രിമിനൽ ലീഡേഴ്സിന്റെ അവർ വിളിച്ചാൽ കിട്ടാവുന്ന കൂലിക്കാരെയും കൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു സംഗതിയുടെ യഥാർത്ഥത്തിലുണ്ടായിരിക്കുന്ന ചിത്രമാണ് വാസ്തവത്തിൽ ഒരു പാർട്ടി ഏത് വിധത്തിൽ പ്രതിസന്ധിയിൽ പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രതിസന്ധിയിൽ നിന്ന് അവർ വീണ്ടും പുതിയ പ്രതിസന്ധിയിലേക്ക് പോവുകയെന്നല്ലാതെ അതിന് മുറിച്ചു കടക്കാൻ ആ പാർട്ടിക്ക് സാധ്യമാവുകയില്ല. അങ്ങനെ സാധ്യമാവാതിരിക്കുന്ന ചിത്രം വരുമ്പോഴാണ് 135 കോടി രൂപ വില വരുന്ന അല്ലെങ്കിൽ ചെലവ് വരുന്ന ഒരു കെട്ടിടം നിർമ്മിക്കും. അത്തരം കെട്ടിടങ്ങൾക്കകത്ത് പഞ്ചാക്ഷര സമാനമായിരിക്കുന്ന അവസ്ഥയിൽ അതിന് വേണ്ടുന്ന ഭക്ഷണം, അതിന് വേണ്ടുന്ന അതിന്റെ മെനു നിങ്ങൾ കൊടുത്താൽ മതി, അതെല്ലാം ഇതിനകത്ത് ഉണ്ടാക്കി തരുന്ന ഒരു രീതി, ഒരു പുതിയ കൾച്ചർ ഒക്കെ ഈ സാധനം കൊണ്ടുതരികയാണ് ഇത്. അപ്പൊ അത് ശരിക്കും എന്താന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ലൈംഗിക രാജകത്വം, കറപ്ഷൻ, മറുഭാഗത്ത് വരുന്ന ഇത്തരം ആഡംബരത്വങ്ങൾ, ഇങ്ങനെ ആഡംബരത്തിൽ പൊതുജനങ്ങളുമായി ബന്ധമില്ലാത്ത രീതിയിലേക്ക് ഒരു എക്സിക്യൂട്ടീവിന്റേതായ ഒരവസ്ഥ മാത്രമായി വരുന്ന ഒരു സംഘടനാ രൂപമായി ആ പാർട്ടി മാറി എന്നുള്ളതാണ് ടി.പിയുടെ ഒരു ഒരു രക്തസാക്ഷി ദിനത്തിന് വരുമ്പോഴും വീണ്ടും അത് നമ്മളെ നിരന്തരമായിട്ട് നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു വേദന പോലും യഥാർത്ഥത്തിൽ പിണറായി വിജയൻ അതിൽ അറിയിച്ചിട്ടില്ല. ഇല്ല, വേദന അറിയിക്കില്ല എന്നല്ല, അയാൾ ഞാൻ പലപ്പോഴും പറഞ്ഞു, അയാൾ സ്ഥിരമായി പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു വേദനയും എന്നെ ഇന്ന് വരെ അലട്ടിയിട്ടില്ല. അയാൾ ഉപയോഗിച്ച വാക്കാണത്. അയാൾ ഒരു മലയാള മനോരമ പത്രത്തിനകത്ത് കൊടുത്ത ഇന്റർവ്യൂവിന്റെ അയാൾ പറഞ്ഞ ഒരു വേദനയും എന്നെ ഇന്ന് വരെ അലട്ടിയിട്ടില്ല, നാളെ ഒരു വേദനയും എന്നെ അലട്ടുകയുമില്ല. അപ്പൊ അതിനകത്ത് നമ്മൾ സ്വാഭാവികമായി ചോദിക്കാതെ ചോദ്യമുണ്ട്, ഇയാൾ എങ്ങനെയാണ് എന്താ പറയാ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സോക്കോൾഡ് ലെഫ്റ്റിന്റെ ആയിരിക്കുന്ന പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായി ഉടുപ്പില്ലാതെ തുടരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരൊറ്റ സംഭവത്തിനെ കൂടെ തന്നെ പാർട്ടിയുടെ കമ്മിറ്റി കൂടിയിട്ട് അയാളോട് വിശദീകരണം ചോദിക്കണം, നിങ്ങൾ പറഞ്ഞ സാധനം എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് ചെങ്കിസ് ഖാന്റെ ഒരു മാനസികാവസ്ഥയാണോ? ആണെങ്കിൽ അത് പറയണം. അങ്ങനെയാണത്. അതുകൊണ്ടാണ് അയാൾ സ്ഥിരമായി പറയാനുള്ള സാധനമാണ് പാർട്ടി എന്ന് പറയുന്നത് എന്താ, ഉരുക്ക് പോലത്തെ പാർട്ടികളാണ്. പാർട്ടി ഉരുക്കല്ല. ആരാണ് ഈ വിഡ്ഢിയോട് ഇത് പറഞ്ഞു കൊടുത്തത്? പാർട്ടി ഉരുക്കൊന്നുമല്ല. പാർട്ടി അതിലേറ്റവും അതിന്റെ സമരതീഷ്ണമായിരിക്കുന്ന ആ സംഭവങ്ങളെ അത് കെട്ടടിച്ചു വിടുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ കാലവും ചരിത്രവും ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ സന്ദർഭങ്ങളിലാണ് പാർട്ടി അതിന്റെ മുഴുവൻ സർഗശേഷിയും പുറത്തേക്ക് വിടലാണ് അതിനെ കെട്ടടിച്ചു വിടുക എന്ന് പറയുന്നത്. മറ്റല്ലാതെ ആളെ ഇങ്ങനെ നോട്ടിൽ നോക്കി വെച്ചിട്ട് കൊല്ലാൻ ആളെ പറഞ്ഞേച്ച് കൊന്നിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് കൊഞ്ചം പുറത്ത് തന്നെ തല നിന്നുന്ന ഒരു തെമ്മാടിയല്ല. അങ്ങനെ വരുന്നത് തെമ്മാടിത്തമാണ് വാസ്തവത്തിൽ ഇവർ ചെയ്തു വെച്ചതെന്നുള്ളതാണ്. എന്നിട്ട് അത് ഇങ്ങനെ നോക്കുക, അതിനകത്ത് കൊല നടത്താൻ പോകുന്ന ഘട്ടത്തിൽ പോലും എന്താ കൊലയിൽ പങ്കാളികളാവുന്ന ആളുകൾ കൃത്യമായ ഡ്രഗ് അഡിക്റ്റുകളാണ് പോയത് എന്നുള്ളത് കൂടി പിന്നീട് വിലയിരുത്തപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ കൊല്ലുന്നത് വാസ്തവത്തിൽ അവർ കൊട്ടേഷൻ കൊടുത്തിട്ടാണ് കൊല്ലുന്നത്. അവർക്ക് അറക്കൽ മാത്രമേ പണിയുള്ളൂ. അവർ ആർക്ക് വേണ്ടിയാണ് അറുത്തത്? ഈ അറുത്തതിന്റെ ദുരന്തവും കൂടിയാണ് ഇപ്പോഴും ജയിലിനകത്ത് കിടന്നിട്ട് അവര് ഒന്നുകിൽ പുറത്തു വരാൻ ഭയപ്പെടുന്നു. പുറത്തു വന്നാൽ അവർക്ക് എന്തായിത്തീരുമെന്നുണ്ടായിരിക്കുന്ന ഒരു വലിയ ഉത്കണ്ഠ അവരെ കീഴ്പ്പെടുത്തുന്നു. ഇങ്ങനെ വരുന്ന ഒരുപാട് സങ്കീർണതകൾ അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടെന്നില്ല. അപ്പൊ അതിന്റെ വളരെ അനിവാര്യവും സ്വാഭാവികവുമായിരിക്കുന്ന ഒരു ദുരന്തത്തിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് വരേണ്ട ഒരു വിഷയം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയമായി നിങ്ങൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. സംഘടനാപരമായി നിങ്ങൾ പൂർണ്ണമായി പോയി, രാഷ്ട്രീയമായി നിങ്ങൾ എവിടെ നിൽക്കുന്നു? ഇത് പറയാൻ ഒന്നുമില്ല എന്നുള്ള.
അതുകൊണ്ടാണ് മധുര പാർട്ടി കോൺഗ്രസിനകത്ത് പിന്നെ ഈ പറയുന്ന മന്ത്രിസഭക്കകത്തെ പിന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല ഉണ്ടായിരിക്കുന്ന മന്ത്രി ആർ ബിന്ദു ആ വിധി പിന്നെ ചർച്ചയിൽ പങ്കെടുത്തതായി പത്രത്തിൽ വന്നിരിക്കുന്ന ഒരു സാധനം എന്താന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്തേക്ക് വനിതകളെ പിന്നെ വളരെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ തീർത്ഥാടനത്തിന് ആളെ കൊണ്ടുപോകണമെന്ന് കേരള ഡെലിഗേറ്റിന്റെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാണ് ഈ ചാവിട്ടി അന്നേരം പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടത് അല്ലെ? ഈ ഗോവിന്ദനിരിക്കുന്ന കമ്മിറ്റി ഇരുന്നിട്ടല്ലേ, ഗ്രൂപ്പ് ചേർന്നിട്ടല്ലേ ഈ പിന്നെ പറയുന്ന ഒരു ഇന്ന പോയിന്റ് പറയണം, ഇന്നയാളെ ചുമതലപ്പെടുത്തെന്ന് പറയുന്നത്. അവരിങ്ങനെ പറഞ്ഞു എന്നാണ് പത്രത്തിൽ വന്നിരിക്കുന്നത് വാർത്ത. അതിനെന്ത് ചെയ്യണമെന്ന് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിമാരെയാണ് ഈ സ്ത്രീകളെ കൂടി കൊണ്ടുവരാൻ പിന്നെ ചുമതലപ്പെടുത്തേണ്ടത്. എന്നിട്ട് തീർത്ഥാടനത്തിന് പോവാ. ഈ തീർത്ഥാടനത്തിന് പോകണമെന്ന് പറഞ്ഞിട്ട് ചർച്ച നടന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഭാര്യയും മുഖ്യമന്ത്രിയുടെ മകളും ഇവിടെ പോയെന്ന് പറഞ്ഞാൽ തഞ്ചാവൂരിലെ പിന്നെ ഒരു ക്ഷേത്രത്തിൽ പോയി പിന്നെ എന്താ പറയാ പിന്നെ ശയന പ്രതിഷ്ഠ നടത്തുന്നു. നമ്മൾ ആലോചിക്കേണ്ട അവിടെ വളരെ ഗൗരവകരമായിരിക്കും. പാർട്ടി കോൺഗ്രസ് എന്ന പേരിലാണ്, ഗൗരവകരം എന്ന് പറയാത്ത പേരിലാണെങ്കിലും ഒരു പാർട്ടി കോൺഗ്രസ് ആണ് നടക്കുന്നു. അത് നടക്കുന്ന തരത്തിലാണ് അയാളുടെ ഭാര്യയും അയാളുടെ മകളും പോയിട്ട് തഞ്ചാവൂരിൽ പോയിട്ട് ഇങ്ങനെ ഈ ക്ഷേത്രത്തിൽ പോയി ശയന പ്രതിഷ്ഠ നടത്തുന്നു. ഈ ശയന പ്രതിഷ്ഠ നടത്തുന്നവരാണ് ബി ജെ പിക്ക് എതിരായി അല്ലെങ്കിൽ ഹൈന്ദവ ഹിന്ദുത്വ ഫാസിസത്തിനെതിരായി ഭാമര പോരാട്ട ഭൂമിയിലേക്ക് കടക്കേണ്ടിയിരിക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടി. എത്ര ദയനീയമാണ് ഈ പാർട്ടി, എത്ര ദയനീയമാണ് ഈ പാർട്ടി. ടി പിയുടെ 13ാം രക്തസാക്ഷിത്വ ദിനമാണ് ഇന്ന്. പക്ഷേ വീണ്ടും നമ്മൾ നോക്കൂ, അധികാരത്തില് പിണറായിയുടെ നേതൃത്വത്തിൽ തന്നെ ഏറ്റവും വലിയ നേട്ടമായിട്ട് പിണറായി കയറുന്നതാണ്. ഏറ്റവും ചരിത്രത്തിൽ ആദ്യമായിട്ട് തുടർഭരണം ലഭിച്ചിരിക്കുന്നു. മൂന്നാമതും അതും ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഇവിടെ പിണറായി. അതെങ്ങനെ അതപ്പോ പൊതുജനം അപ്പൊ കഴുതയാണെന്നാണോ അങ്ങ് പറയുന്നത്? അല്ല, പൊതുജനം കരുതുകയാണെന്നല്ല. നമ്മൾ ഇതിനകത്ത് കാണേണ്ടത് നമ്മുടെ ഒരു വളരെ സങ്കടപൂർവ്വം കാണുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പരമദ്രോഹിയായ സാമൂഹ്യ വിരുദ്ധനായിരിക്കുന്ന ഈ ഒരാൾക്ക് ഇത്രയും അധാർമികതകളും തെമ്മാടിത്തങ്ങളും നടത്തിയിട്ടും കേരളത്തിലെ തെരുവോരങ്ങളിലൂടെ ഇയാൾക്ക് ഇപ്പോഴും സഞ്ചരിക്കാൻ കഴിയുന്നു എന്നിടത്ത് വെച്ചാണ് വാസ്തവത്തിൽ നമ്മളോട് സഹതപിക്കേണ്ടത്. ഇയാളുടെ ഒരു പോലീസും പട്ടാളവും ഇയാളുടെ സുരക്ഷിതമായ യാത്രക്ക് പര്യാപ്തമാവില്ലെന്ന് തെളിയിക്കേണ്ടവരാണ് വാസ്തവത്തിൽ കേരളത്തിലെ പൗരബോധമുള്ള മനുഷ്യൻ. പൗരബോധമുള്ള മനുഷ്യനെ തെളിയിക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്, ഇത്രയേറെ അധാർമികത ഉണ്ടായി. ആശാവർക്കറുമാണ് സമരത്തിനകത്ത് ചേർന്നിട്ട് ആ സമരത്തെ നിരാഹാരം ഒരു മറ്റൊരു രീതിയിലേക്ക് അത് മാറ്റി അവർ 10 നയ പൈസ പിന്നെ വർദ്ധിപ്പിച്ചു കൊടുക്കില്ലെന്ന ശാഠ്യത്തിന്റെ അതിരിക്കുക. ആ ഇരിക്കുന്ന സമയത്തിലാണ് ഇയാളുടെ ഈ മുടിഞ്ഞ യാത്രയുടെ ഭാഗമായിട്ട് വരുന്നത് പറഞ്ഞാൽ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന 100 കോടിക്ക് പുറമെ അഡീഷണൽ ആയി 40 ലക്ഷം ഉറുപ്പിക ഓരോ സ്റ്റേജിന് വേണ്ടി 10 ലക്ഷം വീതം കണ്ണൂർ ജില്ലയിൽ മാത്രമായി അനുവദിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത്. കണ്ണൂർ ജില്ല ഉൾപ്പെടെ 4 ജില്ലകൾക്കകത്ത് 10 ലക്ഷം ഉറുപ്പിക. നമ്മൾ അറിയേണ്ട ഒരു വിഷയമാണത്. ഇത്രയും ഗൗരവമായിരിക്കുന്ന വിഷയം ഉണ്ടായിട്ടുള്ളൂ കേരളത്തിൽ ഇയാളെ ഇയാളെ ശരിയാണെന്ന് പറഞ്ഞു നടക്കുന്ന എന്താ പറയുക, ഇവരെല്ലാം പറയണമെന്ന് അറിയാം. ഇവരെല്ലാം ശരിക്കും കീടെന്ന് വിളിക്കാൻ ആക്ഷേപിക്കണം. ഇതിനകത്തുള്ള പാർട്ടി ലീഡേഴ്സിലെ പാർട്ടിക്കാരെന്ന് പറയുന്നവരെ, പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയാലും ശരി, ഏരിയ സെക്രട്ടറി ആയാലും ശരി, ജില്ലാ സെക്രട്ടറി ആയാലും ശരി, സെക്രട്ടേറിയറ്റ് വരെ പുഴുത്ത കീടമല്ലാതെ ഇവൻ ഏത് പാർട്ടിയാണോ ഇവനെ നയിക്കുന്നത്? ഏത് പാർട്ടിയാണ് ഇവനെ നയിക്കുന്നത്? ഇത് ഇത്ര അന്തസാര ശൂന്യമാക്കപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അയാൾക്ക് 3ാമത്തോടെ വരുമെന്ന് അയാൾക്ക് പറയാം. മതിഭ്രമം പിടിപെട്ടു പോയി മരിച്ചു പോയിരിക്കുന്ന മനുഷ്യന്മാരുടെ മാത്രമേ പിന്നെ ഇവർക്കിടെ ഇനി തിരിച്ചു വരാൻ കഴിയുള്ളൂ. വരുന്ന 2026 തെരഞ്ഞെടുപ്പ് നടക്കുന്നേരം ബംഗാൾ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബവും ഇയാൾ സിൽബന്ധികളായി നടക്കുന്ന ഒരൊറ്റ ഒരുത്തൻ, ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിവുണ്ടാക്കിയ ഒരൊറ്റ ഒരുത്തൻ ഈ കേരളത്തിലെ തെരുവിലൂടെ നടക്കാൻ പൊതുജനങ്ങൾ സമ്മതിക്കില്ല. പക്ഷേ വികസന നായകനാണ് താനെന്ന് പറഞ്ഞ ആ ഫലത്തിൽ തന്റെ ശക്തി വീണ്ടും വർദ്ധിപ്പിക്കാനാണ് പിണറായി ശ്രമിക്കുന്നത്. വിഴിഞ്ഞത്ത് നമ്മൾ കണ്ടത് അതാണ്. വികസന നായകത്വത്തിന്റെ അത് ഞാൻ ഇതിനകത്ത് വളരെ ഇതായി ഞാൻ പറയട്ടെ. ഷാജേട്ടാ, നമ്മള് കഴിഞ്ഞ 2 ദിവസം മുമ്പ് വിഴിഞ്ഞത്ത് കണ്ടത് നയംമാറ്റം എന്താണ്, അത് സ്വാഗതം ചെയ്യുന്നു എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദി പറയുകയും ചെയ്തു. വാസവന്റെ പ്രതികരണം, അദാനി പാർട്ട്ണറാണെന്നാണ് വാസവൻ പറഞ്ഞത്. അതെ അത് പറയാനാണ് ഞാൻ നോക്കിയത്. അപ്പൊ അതിനകത്ത് കാണുന്നത് പറഞ്ഞാൽ ആ സംഭവം, ആ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്ന ഒരു പദ്ധതി യഥാർത്ഥത്തിൽ അതിന്റെ പിന്നെ സ്ഫുലിംഗം അല്ലെങ്കിൽ അതിന്റെ സ്പാർക്ക് ഉണ്ടായത് വേറെ ആരിലും അല്ല, സഖാവ് പിന്നെ MBRന്റെ ബ്രെയിനിലുണ്ടായ സാധനം. അത് ഒരു ചെറിയ പാംപ്ലെറ്റ് കണ്ട് അതിന്റെ അകത്ത് അങ്ങനെയാണ് ഇത് കേൾക്കറിനാരോട് ഞാൻ പറയും. കാരണം എനിക്കത് അറിയാവുന്ന ഒരാൾ എന്നൊക്കെ ഞാൻ പറയുന്നതാണ്. എനിക്കത് അറിയാവുന്നതാണ്. ഞാൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ PR ആണ്. തിരുവനന്തപുരത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയമാണത്. അപ്പൊ അത് അങ്ങനെ കണ്ടെത്തിയിരിക്കുന്ന സംഗതിയാണത്.
ആ കണ്ടെത്തിയിരിക്കുന്ന സമ്മതിയാണ് പിന്നീടെന്താണെന്ന് പറഞ്ഞാൽ പിന്നെ അതിഭീകരമായി 6000, 7000, 8000 കോടി രൂപയുടെ പദ്ധതിക്ക് 6000 കോടിയുടെ അഴിമതി ആരോട് ഉന്നയിച്ചവനായി ചങ്ങായി ഈ പടുബുദ്ധിയായിരിക്കുന്ന ഇപ്പോഴത്തെ കാട്ടാസ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. എന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിനകത്ത് എന്ത് ചെയ്യാൻ ഉമ്മൻചാണ്ടിയുടെ പേര് നമസ്കരിച്ചു. വേറെ ഒരാളെ പേരോ നാണം ഉളുപ്പില്ലാതെ ഇയാൾ പറഞ്ഞെന്താ അറിയാം, അത് ഈ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമാണ്. ഇവന്റെ നാവ് ചെരുപ്പാണോ ശരിക്കും? ഇയാൾ ചെരുപ്പാണോ ഇയാള്? ഇത്ര ബോറനായിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുമോ? മുഖത്തുകൾ നോക്കിയാട്ട് എരുമച്ചാണ് പിന്നെ എന്താ പറയാ അമേദ്യപ്പെടുത്തിയാണ് മുഖത്തെറിഞ്ഞാൽ പോലും ഭാവിച്ചാസിപ്പല്ലോ ഇയാൾക്ക് ഈ നുണ പറയുന്ന സമയത്ത് സ്റ്റേജ് മുറി വെച്ചിട്ട് എങ്ങനെ പ്രഖ്യാപിക്കുകയാണ് ഇയാൾ? ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് സത്യത്തിൽ UDF എന്ന് പറഞ്ഞ സംവിധാനം, പ്രത്യേകിച്ച് പിന്നെ കോൺഗ്രസിന്റെ സംവിധാനം ചെയ്യേണ്ടിയിരുന്നതായി ഞാൻ എന്റെ ഒരു വളരെ കൃത്യമായിരിക്കുന്ന ഭിന്നാഭിപ്രായം ഞാൻ പറയാണ്. ചെയ്യേണ്ട ഒരു സംഭവത്തായിരുന്നു അറിയോ? ഈ ഉദ്ഘാടനം ഇവിടെ നടക്കുന്നിടത്ത് തൊട്ടപ്പുറത്ത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിരിക്കുന്ന ആളുകളെ കൊണ്ടുവന്നത് വേണമെന്നറിയോ? ഉദ്ഘാടനം ചെയ്തിട്ട് ഈ പരിപാടി തീരുന്നത് വരെ ഇവർ ഉപവാസം ഇരിക്കണം. ഒരു സംഭവത്തിനകത്ത് ഇത്രയേറെ നുണ പറഞ്ഞ് ചതി പറഞ്ഞ് ആളുകളെ മുഴുവൻ തന്നെ ഭിന്നിപ്പിച്ച് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ആൾ എന്ത് ചെയ്യാതെ അതിന്റെ അപ്പോസലനായിട്ട് കളവ് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക. ആ പരിപാടി കഴിയുന്നത് വരെ ഇതുപോലെ ശശി തരൂർ എന്ന് പറഞ്ഞ MP എന്തിനാണ് ഇവർ പറയുന്ന ഉദ്ഘാടന പ്രസംഗത്തിന്റെ അത് കേൾക്കാൻ കേൾവിക്കാരനായി പോയി ഇയാൾ അവിടെ ഇരിക്കുന്ന വല്ല ആവശ്യമൊക്കെ ഉണ്ടായിരുന്നോ? അയാൾ പുറത്ത് വന്ന് ഉപവാസം അനുഷ്ഠിക്കേണ്ട അയാള് ഒരു ഗാന്ധിയൻ സമരരീതി ഉപവാസം അനുഷ്ഠിക്കണവയാണ്. അതുപോലെ തന്നെ ഈ പിന്നെ എം പി ആറിന്റെ പാർട്ടിയിലെ ഒരു സ്പേസ് ഇപ്പോഴും കഴിഞ്ഞ ദിവസം MV ഗോവിന്ദനും കള്ളത്തരം പറയുന്നുണ്ടായി. ഞങ്ങളുടെ നയം എന്തായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴത്തെ നയവും വിഴിഞ്ഞത്ത്. ഒന്നാന്നറിയാൽ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇയാളെ താങ്ങിയിട്ടില്ലെങ്കിൽ അയാൾക്ക് നിൽക്കാൻ കഴിയില്ല. സംഭവം എന്താ പറഞ്ഞാൽ അയാൾക്ക് എങ്ങനെയെങ്കിലും പിന്നെ അയാളുടെ മകളെയോ അയാളുടെ ഭാര്യയെയോ ആരെയോ MLA ആക്കണോ. അതാണ് വേറെ ഒരു താല്പര്യം ഇല്ലാതില്ല, വേറെ ഒരു താല്പര്യമില്ലാതെ. അത് ഞാനത് മുമ്പേ ഒരു തവണ ചാനൽ ചർച്ചയ്ക്ക് പറഞ്ഞാണ് ഈ ഭൂമിയിലെ സർവ്വസാധനത്തിനും കേരളത്തിനകത്ത് വില കയറിയിട്ടുണ്ടെങ്കിൽ ഒരു വിലയും നിലയും ഇല്ലാതായി പോയിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഗോവിന്ദനാണ്. ഒരു വിലയും നിലയും ഇല്ലാതായി പോയിരിക്കുന്ന ആൾ. അയാൾ പാർട്ടി പോളിപൂർവ്വം ആയെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ശിവായ്പ എടുത്ത് കൊടുക്കാൻ ചായ കൊടുക്കാൻ പോയിന്നല്ലാണ്. പാർട്ടി പോളിപൂർവ്വം പോയിട്ട് അയാൾ എന്ത് രാഷ്ട്രീയ നിലപാട് പറയാൻ, അങ്ങനെ രാഷ്ട്രീയ നിലപാട് പറയാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ മാതിരി വിഡിത്തം ഈ അങ്ങനെ അന്നത്തെ നിലപാട് ഇന്നത്തെ നിലപാട് മറ്റേ ആൾക്കാർ പറയുന്നത്. അയാൾക്ക് ഒരു നിലപാടില്ലാത്ത ഒരാളാണ്. ഞാനത് പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ MBR ആണെന്നുള്ള ഈ സംഭവം കൊണ്ടുവച്ച ഒരു നിർദ്ദേശം പിന്നെ അന്നത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കരുണാകരൻ പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ CMP എന്ന് പറയുന്ന UDF-അകത്ത് വെക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ചെയ്യണമെന്നറിയാം. 1000 പോസ്റ്ററെങ്കിലും പിന്നെ അവിടെ ഒട്ടിക്കണ്ടേ? ശരിക്കും 1000 പോസ്റ്റർ കടം വാങ്ങി, പൈസ ഉണ്ടാവില്ല, കടം വാങ്ങിയിട്ട് അവിടെ ഒട്ടിക്കണം. എന്നിട്ട് ഇതിന്റെ ശില്പി MBR അഭിവാദ്യങ്ങൾ ഒരു സാധനം ഒട്ടിക്കണ്ടേ ഇവർ? ഇത് ഒട്ടിക്കാൻ പോലും ആലോചിക്കാത്ത ആൾക്കാർ പിന്നെ ഇവിടുന്ന് നിലവിളിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ട്? ഇതൊന്നും ചെയ്യില്ല എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്ര തെമ്മാടിത്തം ഇയാൾക്ക് ഈ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയാൻ ഇയാൾക്ക് ധൈര്യം കിട്ടുന്ന അവിടെയാണ്. മറ്റല്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സാധ്യമാവുന്നത് എങ്ങനെയാണ് ഇയാൾക്ക്? ഇത് ഈ ഒരു രീതിയിലേക്ക് ഒരു പാർട്ടി ഇങ്ങനെ മാറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇയാൾ ഈ പാർട്ടിയെ നയിച്ച് എത്തിച്ചത് എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. എവിടെയാണ് ഈ പാർട്ടിയെ ഇയാൾ നയിച്ച് എത്തിച്ചത്? തന്റെ രോഗാതുരമായ മനസ്സ്, തന്റെ അങ്ങേയറ്റം നീചവും ദുഷ്ടവുമായിരിക്കുന്ന മനസ്സ്, ഈ മനസ്സിന്റെ ഉടമകളാക്കി പാർട്ടിക്കകത്തെ ഓരോ കേഡറേയും ഇയാൾ മാറ്റുകയാണ് ചെയ്തത്. ഓരോ കേഡറേയും പരസ്പരം സംശയിക്കാനുള്ളവരായി, പരസ്പരം കത്തിയെടുത്ത് കിട്ടാവുന്ന സമയത്ത് കുത്തിക്കൊല്ലാൻ മാത്രമുള്ള മാനസികാവസ്ഥയ്ക്ക് പകയുടെയും വെറുപ്പിന്റെയും പര്യായമാക്കി ഇയാൾ മാറ്റി തീർക്കുകയാണ് ചെയ്തത്. പുനഃസംഘാടനം ചെയ്തു ഇയാൾ. ഈ പുനഃസംഘാടനം ചെയ്തിരിക്കുന്ന ആളെയാണ് ഏതോ ഒരു വിട്ടിയതാ ഇന്ന് വേറെന്തോ ഒരു ഇയാള് ദ ലെജൻഡ് എന്ന പേരിലൊരു സാധനം ചെയ്യാൻ പോകും അല്ലെ? ഒരു ലെജൻഡ് എന്ന സാധനം ഈ പറയുന്ന ഏഭ്യൻ അറിയാവോ? പിണറായി ദ ലെജൻഡ് എന്നാണ്. പിണറായി ദ ലെജൻഡ്. ഞാൻ ഒരു തവണ ചർച്ചയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ആ വാക്ക് പിണറായി എന്ന് പറഞ്ഞ വാക്ക് ഒരിക്കൽ പോലും ഇതുപോലത്തെ യൂസ്ലെസിന്റെ ഇതുപോലത്തെ ആഭാസരായിരിക്കുന്ന ഒരാളുടെ പിന്നെ പേരിന്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ള പിന്നെ ഒരു ഗ്രാമമല്ല ഇത്. അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്തു ആരും. ലോകം അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്, നാട്ടുകാർ തെറ്റിദ്ധരിക്കുന്നത് അങ്ങനെ. ആ ഗ്രാമത്തിനകത്ത് വളരെ ഗംഭീരമായിരിക്കുന്ന പൈതൃകവും സമരവും പാരമ്പര്യമുള്ള സാധനമല്ലേ. ശരിക്കും അങ്ങ് പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് ഇത് സംസാരിക്കുന്നത്. അവിടെ ജീവിക്കുന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഗ്രാമത്തിൽ പിണറായി എന്ന് പറയുന്ന ഇഷ്ടം പോലെ ഈ ഗ്രാമത്തിനകത്ത് ഇഷ്ടം പോലെ സോഷ്യലിസ്റ്റുകാരുണ്ടായിരുന്നു. ഈ ഗ്രാമത്തിനകത്ത് ഇഷ്ടം പോലെ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. ഈ ഗ്രാമത്തിൽ 964 പിണർപ്പേരും ഇഷ്ടം പോലെ CPI-ക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിണറായിക്കെതിരെ നാട്ടിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയരുന്നുണ്ടോ? നാട്ടിൽ നിന്ന് നാട്ടിൽ നാവെടുത്ത മുഴുവൻ ഇയാൾ തെറിയാ വിളിക്കും. മുഴുവനാണ് തെറിക്കുക. എനിക്കറിയാം. ഈ പാർട്ടിയുടെ
ഉത്തരവാദപ്പെട്ട സംഘടനക്കകത്തിരിക്കുന്ന കമ്മിറ്റിയിലിരിക്കുന്ന ആളുകളോട് തന്നെ പറയുന്ന വാക്കുണ്ട്. ആ വാക്കൊന്നും പിന്നെ നിങ്ങളോട് ഫോണിൽ പറയാൻ പറ്റൂല. അവർ പറയുന്നത് നമ്മൾ യാതൊരു മുമ്പിൽ നിൽക്കുന്ന നേതാവിനും സംഭവം ശരിയാണ്, പക്ഷെ പിന്നെ അത് ഇലക്ഷന് വരുന്നവർക്ക് പറയാന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിലൊരു പൊതുവികാരമാണിത്. ശരിക്കും ഒരു പൊതുവികാരമാണ്. മോക്ക് വേണ്ടിയിട്ടും ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും കുടുംബത്തിനും വേണ്ടിയിട്ടും ഒരു കുടുംബാധിപത്യം പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ CPM-നെ പിണറായി മാറ്റിയിരിക്കുന്നു എന്നല്ലേ? അല്ല, അതാണ് നമ്മളതിൻ്റെ അകത്ത് വരുന്ന വിഷയം എവിടെയാന്ന് പറഞ്ഞാല്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതിന്റെ ചരിത്രപരമായിരിക്കുന്ന ഒരു ദാർശനിക തലത്തിലേക്ക് നിർമ്മിച്ച ആളാണല്ലോ ശരിക്കും പിന്നെ മാർക്സ്. ഇതിന് സംഘടനാ രൂപം നടക്കുന്ന ഘട്ടത്തിലാണ് ഇതിനകത്ത് വന്നിട്ട് ഗൗരവമായിരിക്കുന്ന ഒരു പെശക് സംഭവിക്കുന്നു. ഈ ഗൗരവമായിരിക്കുന്ന പെശക് വന്നതോടുകൂടിയാണ് ഇതിനകത്ത് ജനാധിപത്യ കേന്ദ്രീകരണം എന്ന് പറയുന്ന ഒരു സംഭവത്തെ വ്യക്തിയുടെ ഒരു പാർട്ടി അധികാരിയുടെ സെക്രട്ടറിയുടെ കേന്ദ്രീകരണമാക്കി ഇതിനെ ചുരുക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് അതിന്റെ ഏറ്റവും ദയനീയമായിരിക്കുന്ന ഒരു പരിമിതി എന്നല്ല, അതിന് അത്രേ ആവുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിന്നുകൊണ്ടൊരു ജനാധിപത്യപരമായിരിക്കുന്ന സംഭവം ഉണ്ടായിത്തീരുക എന്ന് പറയുന്നത് അതിന്റെ സംഘടനാപരമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അത് അസാധ്യമാക്കുന്നു, അല്ലാതെ അഥവാ അത് തടയുന്നു. ഈ തടയുന്ന സംഭവത്തിനകത്താണ് ഇയാളെ പോലത്തെ ഒരു പരമനീതനായിരിക്കുന്ന ഒരാൾ എന്തിന് ഈ പാർട്ടിയിൽ വന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് നിൽക്കാൻ പറ്റിയിരിക്കുന്ന ഒരു പാർട്ടി ഇത് മാത്രമാണെന്നുള്ളതാണ്. ഇയാളെപ്പോലത്തെ ഒരു തനി തെമ്മാടിയായിരിക്കുന്ന ഒരാൾക്ക് നിൽക്കാനുള്ള ഒരു പാർട്ടി ഏതാണെന്ന് വെച്ചാൽ അത് ഈ പറയുന്ന പാർട്ടിയുടെ സംഘടനാ രൂപമാണ്. അതുകൊണ്ടാണ് അയാൾ പഠിക്കുന്ന ഘട്ടത്തിൽ പേർളശ്ശേരി സ്കൂളിനകത്ത് സമരം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ദേശാഭിമാനിയുടെ പഴയ മാനേജറും കൂടിയായിട്ട് മരിച്ചു മരിക്കുന്ന അന്താട്ടന്റെ ഭാര്യ അന്താട്ടന്റെ ഭാര്യ കാർത്തിക ടീച്ചർ എന്നെ പഠിപ്പിച്ചിരിക്കുന്ന ടീച്ചറല്ല അത്, പക്ഷേ അതുപോലെ എന്നെ പഠിപ്പിച്ചിരിക്കുന്ന ശാന്ത ടീച്ചർ, സൈറ്റ് ടീച്ചർ, ലീല ടീച്ചർ സ്റ്റിൽ ഷീ ഈസ് അലൈവ്, ലീല ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകളെ AKGയുടെ മരുമകൻ വിജയരാം മാഷ് ഉൾപ്പെടെയുള്ള ആളുകളെ ഞാൻ മുറിയിൽ പൂട്ടിയിട്ടു. ഗർഭിണിയായി ഒരു ചാൻസർ തരാന്ന് പറഞ്ഞാൽ ഗർഭിണിയായിരിക്കുന്ന കാർത്തിക ടീച്ചർക്ക് മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞപ്പോ ഈ പരദ്രോഹി വാതിൽ തുറന്നു കൊടുത്തില്ല. എന്നിട്ട് ചെയ്തെന്താണെന്നറിയോ? കുപ്പിയാണ് ടീച്ചർക്ക് മൂത്രമൊഴിക്കാൻ കൊടുത്ത് നിറഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക്. അത്ര ദുഃഖനും നീചനുമായിരിക്കുന്ന ഒരുത്തനാണോ ഈ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ അധമൻ ആളുകൾ കൊണ്ട് പറയിപ്പിക്കുന്നത്? അങ്ങയുടെ രോക്ഷം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എത്രമാത്രം വെറുക്കുന്നുണ്ട് അങ്ങ് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. രോഗാതുരമായ മനസ്സ് നാട്ടുകാരെ അടിച്ചേൽപ്പിച്ചിട്ട് അത് പാർട്ടിയാണെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ആരാണ് ഇയാൾക്ക് കൊടുത്തിട്ട്? ഞാൻ അവസാനമായിട്ട് ഒന്ന് ചോദിക്കാം, TPയുടെ കൊലപാതകത്തിന് പിന്നിൽ പിണറായി ആണോ? തീർച്ചയായും അതാണ് എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അന്വേഷണം കൃത്യമായി പോയിട്ടുണ്ടെങ്കിൽ അയാൾ ഗോതമ്പുണ്ടതിന് ജയിലിൽ കിടക്കുന്നുണ്ടാവും. ഗോതമ്പുണ്ടെടുത്ത അയാൾ ജയിലിൽ കിടക്കുന്നുണ്ടാവുമോ? അത് മുഴുവൻ ആളുകൾക്കും അറിയുന്ന സംഭവം, മുഴുവൻ ആളുകൾക്കും ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ആർക്കായിരുന്നു TPയെ കൊല്ലേണ്ടിയിരുന്നത്? അതുകൊണ്ടാണ് KK രമ നിയമസഭക്കകത്ത് വരുന്നത്. ഇയാൾ ഏറ്റവും കൂടുതൽ ഭയന്നത് അവിടെയാണ്. ഇപ്പോൾ രമയുടെ മുഖത്ത് നോക്കാൻ അയാൾക്ക് ധൈര്യം കിട്ടാത്തത്. ഇപ്പൊ ഈ പറയുന്ന ആൾ ഞാൻ ഇരട്ടച്ചങ്ങനാണെന്ന് രമയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അയാൾക്ക് ഇപ്പോഴും 5 ജന്മം ജനിക്കണം. അയാൾ ഇപ്പോഴും 5 ജന്മം ജനിക്കണം. അത് വേറൊന്നില്ല, അതൊരു നീതിമാന്റെ രക്തമാണ് വീഴ്ത്തിയത്. നീതിമാന്റെ രക്തം വീണാൽ അത് അയാളുടെ ചുടല വരെ പിന്തുടരും. അത് യാതൊരു സംശയവും വേണ്ട. അയാൾക്ക് ഉറങ്ങാൻ കഴിയില്ല. അത് ആ പാർട്ടിയെയും അയാളെയും കൊണ്ടേ പോവുള്ളൂ. അത് അത്രമാത്രം സമരതീഷ്ണമായ ഒരു റൊമാൻറ്റിസത്തിന്റെ സംഭവം കൂടി ഉണ്ട് അതിനകത്ത്. അതാണല്ലോ വാസൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ അതങ്ങനെ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ അത്തരത്തിലകത്തുള്ള ഒരാളായി ആ പാർട്ടിക്കകത്ത് രൂപം കൊള്ളണമെന്നുള്ളതാണ്. അതിന് പകരം നിങ്ങൾ ചെയ്യുന്നത് ആളുകളെ അറക്കാനും എന്താ പറയാ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യാനും പണം ഉണ്ടാക്കാനും ലൈംഗിക രാജ്യത്വം നടത്താനും കളവ് നടത്താനും എല്ലാമുള്ള ഒരു വലിയ കൂടസംഘമായി ഈ പാർട്ടിയെ ഇയാൾ മറ്റൊരു രീതിയിൽ പരിവർത്തിപ്പിച്ചുകൊണ്ടാണ്. അത് ഒറ്റൊരുമിട്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിനകത്ത് ഈ നാലാമത്തെ വാർഷികം നടക്കുന്നത്. നിങ്ങൾ നോക്കൂ, കേരളത്തിനകത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തെല്ലാമാണ് ആരോപണങ്ങൾ. അതുപോലെ ഇവന്റെ കിപ്പിക്ക് വന്നിരിക്കുന്ന ഈ സംഭവത്തിനുള്ള ആരോപണങ്ങൾ, ഓരോ തരത്തിലെ ആരോപണങ്ങൾ വരുമ്പോഴും ഈ കേരളത്തിലെ ഏറ്റവും തല്ലിപ്പൊളികളായിരിക്കുന്ന ആളുകൾ, സാമൂഹ്യ ദ്രോഹികളാണെന്ന് പൊതുജനം കരുതിയിരിക്കുന്ന ആൾ, ഇത്തരത്തിലുള്ള എല്ലാ അസാൻമാർഗികളെയും ദുർമാർഗികളെയും കൂട്ടിയാണ് ഇയാൾ ഈ 4 വർഷം ഇവിടെ ഈ കേരളം 4ാമത്തെ വർഷത്തിലേക്ക് ഇയാൾ കടന്നുവെന്ന് ഇയാൾ അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുമെന്ന് ഇയാൾ പറയുന്നത്. ഇതിനർത്ഥം ഇത്തരത്തിലുള്ള കാട്ടാസുകളെ മേയിക്കാൻ ഇതുപോലത്തെ തെമ്മാടിക്കല്ലാതെ കഴിയില്ല എന്നതാണ് വാസ്തവത്തിൽ ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം. ഈ ദുരന്തം ഏറ്റുവാങ്ങാൻ കേരളത്തിലെ
പൗരന്മാർ, കേരളത്തിലെ സാധാരണ മനുഷ്യർ എന്ത് പാതകമാണ് വാസ്തവത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മഹത്തായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചെയ്തിരുന്നത് എന്നുള്ള സങ്കടമാണ് വാസ്തവത്തിൽ കേരളത്തിലെ ഓരോ പാർട്ടിയുമായി ബന്ധമുള്ള ഓരോ ആളും മനസ്സിൽ ഉയർന്നു വരുന്ന ഏറ്റവും ഗൗരവമേറിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ ചോദ്യമാണ് മിസ്റ്റർ ഗൗതം. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ ഷാജി ചേട്ടാ, അപ്പോ ഈ വിഷയത്തിൽ സംസാരിച്ചതിന് ഒരുപാട് നന്ദി. ഓക്കെ.